അങ്ങനെ ഫൈനലി ഇന്നാണ് നമ്മുടെ 29 ഡേറ്റ്. അതായത് ഇന്നാണ് നമ്മുടെ വണ്ടി എടുക്കുന്ന ദിവസം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓൾറെഡി ഇന്നലെ രാത്രിയിലെ വന്നായിരുന്നു. ഇവിടെ താഴെ റൂം എടുത്തവിടെ താമസിക്കുമായിരുന്നു. ജോലപ്പോൾ ഓൾറെഡി കൊച്ചിയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, സോനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്ര വരെ വന്ന കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ഇന്ന് കിട്ടും. വണ്ടിയുടെ ഫുൾ വർക്ക്, അത് A to Z വർക്ക് കഴിഞ്ഞ് വണ്ടി ഇന്ന് കിട്ടും. വണ്ടിയെല്ലാം വെള്ളം തരുന്നു. പോകുന്ന റോഡെല്ലാം മോശമായി. അവിടെ കണ്ടോ വെള്ളം കിടക്കണേ. പറഞ്ഞു നമ്മൾ വണ്ടി ഇപ്പോൾ എടുക്കാൻ വന്നത്. എടാ ഇതുപോലെ ഉച്ച വരെ രാവിലെ അല്ലേ നമ്മൾ അങ്ങനെ നോക്കി എടുക്കുന്നത് കേട്ടോ. ഉച്ച 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 മര്യാദ വേണ്ടോ, എന്തൊരു സ്പീഡിലാണ് പോകുന്നത്. ആൾക്കാർ നടന്നെടുക്കും. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടി ഒരു ഉച്ച മുടി പിടിക്കുന്ന മുടി താപ്പോട്ട് വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 1 മണി വരെ കണ്ട് രാവിലെ, അതായത് നമുക്ക് വൈകിട്ട് 5 മണിയാകുമ്പോൾ വണ്ടി എടുക്കും. നമ്മൾ രാവിലെ തന്നെ പോയി വണ്ടിയുടെ പൂവിൻ്റെ കാര്യമെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ വേറെ എന്താ കസവ്, പിന്നെ ലഡു, അങ്ങനെ കാര്യങ്ങളൊക്കെ അവന്മാർ കൊണ്ടുവരും. അതായത് പിള്ളേർ അവിടെ നിന്ന് വരുന്നുണ്ട്. അവന്മാർ ഇപ്പോൾ രാവിലെ വരുന്നത്. ഞങ്ങളിന്ന് രാത്രിയിലെ വന്നായിരുന്നു. കാര്യം ഫൈനൽ കുറച്ച് ടച്ച് വർക്കൊക്കെ ഉണ്ടാക്കുക ചെയ്യാനുണ്ട്. വണ്ടി രാവിലെ അവർ അവരുടെ വീഡിയോ ഷൂട്ടിന് വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അപ്പം അവിടെ കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ ഇപ്പം ജോഷിലോട്ട് പോകണം. വണ്ടി അവർ അവിടെ അവരുടെ തന്നെ ഒരു ആഡിറ്റോറിയം ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. നമ്മളവിടെ ഒരു 2 കിലോമീറ്ററാണ് പോകാൻ താഴെ. ഇല്ലല്ലോ, അതിനകത്തേ കാണത്തുള്ളൂ. 2 കിലോമീറ്ററിനകത്ത് നമ്മൾ താഴെ റൂം എടുത്ത് അപ്പം അവിടെ നടന്നു പോകാം. നടക്കുന്നല്ല, രാവിലെ നടക്കുന്നല്ലോ. നടക്കുന്നുണ്ടോ എപ്പോഴും ചിലപ്പോൾ AC ഒക്കെ എത്തിരിക്കുന്നുണ്ടായി. നമ്മൾ നടന്നിട്ടൊക്കെ വർഷങ്ങളാകും. നീ നടക്കുന്നതാ അങ്ങനെ ഇപ്പോൾ കാര്യങ്ങളാണ്. നേരെ ജോഷി പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ജോഷിലെത്തി. നമ്മുടെ വണ്ടി പോയേക്കോ കേട്ടോ. ഇവിടെ ഒന്നുമില്ല, നമ്മുടെ വണ്ടി വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി പോയേക്കോ ഗൈസ്. ഞാൻ നിങ്ങളെ ബമ്പർ കാണിച്ചു തരാം, പുതിയ മോഡൽ ബമ്പർ. അതായത് ഈ വീട്ടിൽ നിങ്ങൾ നാളെ കാണത്തുള്ളൂ. അപ്പം ഇന്നുകൊണ്ട് വൈകിട്ട് ബമ്പർ കാണില്ല. ഇതല്ലേ പേര് എഴുതി കുറേ ഇവിടെ. നിൻ്റെ പേര് എഴുതിയിട്ടെ 3 കിട്ടാൽ മതി. ആൾക്കാർ 3 കിട്ടാൽ മതി. ഗൈസ് വണ്ടി വന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. നോക്കൂ ഗൈസ്, നമ്മുടെ വണ്ടി അങ്ങനെ ഫൈനലി കിടപ്പുണ്ട്. ഇനി നിങ്ങളെ ബമ്പർ ഞാൻ കാണിക്കാം. സ്വാഭാവികമായിട്ടും ബമ്പർ കാണിക്കാം. കാര്യം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബമ്പർ. നിങ്ങൾ നോക്ക്, കണ്ടോ? ഇപ്പോൾ ആ വണ്ടിയുടെ എടുപ്പ് നോക്കിയാൽ നിങ്ങൾ പറ്റല്ലേ ഉണ്ടാ. പുതിയ മോഡലും പഴയ മോഡലും കാണിക്കും. ഇത് നമ്മൾ ബമ്പർ ഫുള്ള് ചെയ്തതിനാണ് ഈ ഒരു ലേറ്റ് ആയത്. നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ലിപ്പ് ഇതല്ല വരുന്നത്, ലിപ്പ് ഫുൾ ലിപ്പ് വരുന്നത്. തൽക്കാലത്തേക്ക് വെച്ച് രാവിലെ വീഡിയോ ഷൂട്ടിങ് പോകാനായിട്ട്. ഈ 2 ലൈറ്റ് അപ്പുറത്തും ഉണ്ട്. അതേപോലെ തന്നെ മാൽക്കിസ് എന്നുള്ള പേരൊട്ടിച്ചു. സൈഡ് ബൗൺസിങ് ലൈറ്റ് വെച്ചു. പിന്നെ ഗ്രില്ല് വെച്ചു. അതേപോലെ തന്നെ അതിപ്പോൾ എനിക്ക് ഞാൻ കണ്ട് പറയാൻ വേണ്ടി പോകണം. ഇവിടുത്തെ ലൈറ്റ് അടുത്ത് പോയിട്ടോ. സോറി, ഇവിടുത്തെ ലൈറ്റ് കറക്റ്റായിട്ടിരിക്കണം. ഈ ലൈറ്റ് ഇത്തിരി ഗ്യാപ്പ് പോകുന്നു, അതൊന്ന് കറക്റ്റ് ചെയ്യണം കൊണ്ടുപോയിട്ട് ഇപ്പം തന്നെ. അതേപോലെ താഴെ മിററിൻ്റെ അകത്താണ് കണ്ടോ, മിററിനകത്ത് ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ അതെന്തായാലും കറക്റ്റാക്കി തരാൻ പറഞ്ഞു, നല്ല വൃത്തിടല്ലേ. അതേപോലെ ഈ മിററിലും അത് വെച്ചു. പിന്നെ അകത്ത് വരുമ്പം അകത്തോട്ട് കയറുമ്പം ഇവിടെ സീറ്റ് വെച്ചു കണ്ടോ. ഡോർപ്പാടെ പെയിൻറ്റ് ചെയ്തു. സ്റ്റിയറിംഗ് കവർ ഇട്ടു. സ്റ്റിയറിംഗ് പറ്റില്ലടാ അല്ലേ, സ്റ്റിയറിംഗ് കവർ ഇട്ടു. അകത്തെല്ലാം സെറ്റപ്പാണ്. ഇനി ഫൈനലായിട്ട് എന്തുകൊണ്ടൊന്ന് കഴുകി. ഇപ്പോൾ രാവിലെ ഷൂട്ടിങ്ങിന് പോയതിൻ്റെ കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്തതല്ല അന്ന്. ഓക്കെ കണ്ടോ, ഇവിടെ എല്ലാം ചെളിയിരിക്കുന്നുണ്ടോ. ബാക്ക് ടയർ വെച്ചു ഉണ്ടോ. ഇതെല്ലാം ഒന്നുകൂടെ കഴുകി. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് മേളിൽ. ഇവിടെ ക്യാമറ ഉണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഇത് അഡ്ജസ്റ്റ് വെക്കും. പിന്നെ അവിടെ ഒരു ക്യാമറ ഉണ്ട്. അതൊക്കെ വെളിലോട്ടും ഇതകത്തോട്ടുള്ള ക്യാമറയാണ്. ഡോറ് തുറക്കുമ്പോൾ കത്തുന്ന ലൈറ്റാണോ, അടച്ചു നോക്കട്ടെ. ബാറ്ററി ഇപ്പോൾ ഡൗൺ ആയി പോനെ, അത് കത്തിച്ച് കിടക്കുക. ഓ എത്തുന്നില്ല അമ്മേ. ഓ നീലയോ. യെസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതൊക്കെ മുറുക്കമുണ്ട് കേട്ടോ. എന്നാണ് ബമ്പറൊക്കെ ഉണ്ടോ? നല്ലതല്ലേ, സെറ്റായില്ലേ? കഴിച്ച് ഒറിജിനൽ ലുക്ക് കാണിച്ചു തരാം വണ്ടിയുടെ. അതായത് ഈ വേണ്ട ബമ്പർ നോക്കിക്കോ, കാണിച്ചു തരാം. ആനയാടിന് വ്യത്യാസമായി. ഈ ബമ്പർ നോക്ക് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്ന വണ്ടി. നമ്മുടെ വണ്ടി നോക്കി
അതേസമയം നമ്മുടെ താഴെ ലിപ്പിൻ്റെ പണി കിടക്കുന്നുണ്ട്. അവിടെ പോയി ലിപ്പ് നോക്കിയിട്ട് വരാം. ജോയലെ താഴെ പോയിട്ട് ലിപ്പ് നോക്കിയിട്ട് വരാം. ബാ. ആ ഇവിടെ ഈ വയറൊക്കെ ഒന്ന് പൊക്കി നോക്കണം. മണ്ടക്കോട്ട് കെട്ടി ഇരിക്കണം. നമ്മുടെ സെയിം മോഡൽ ബമ്പർ കണ്ടോ? വേറെ വണ്ടിക്ക് കയറുന്നുണ്ടോ? ഈ വണ്ടിക്ക് സെയിം മോഡൽ ബമ്പർ. നമ്മുടെ ബമ്പർ ഇഷ്ടപ്പെട്ട് കയറി കയറ്റി തരണ്ടെണ്ണോ. ഇതും ആ വണ്ടിക്ക്, നമ്മുടെ വണ്ടിക്ക് ഫസ്റ്റ് മോൾഡ് ചെയ്യുന്നത്. ഓ തന്നെ, ഇത് ഫുള്ള് വർക്ക് കിടിലല്ലടാ ഗൈസ്. ഈ വണ്ടിയുടെ നോക്ക് കണ്ടോ? ഇതിനും ബമ്പർ കയറ്റി. ഇതിന് ലിപ്പ് അഴിച്ച് ഇന്നലെ എടുത്തായിരുന്നു. നമ്മുടെ വണ്ടിക്ക് മോൾഡ് ലിപ്പ് സെറ്റാക്കിയതാണ് ഗൈസ്. ഇത് അടിമക്കണ്ട കണ്ടോ? അടിമക്കണ്ട ഗൈസ്. നമ്മുടെ അടിമക്കൊണ്ട് എല്ലാം എടുത്ത് സഹായിക്കുന്ന എല്ലാവരും കണ്ടോ? ഓ ഇത് ആന്ധ്രാപ്രദേശ് വണ്ടിയാടാ. ശരി. AP ആന്ധ്രാപ്രദേശ് മനസ്സിലായില്ലേ? ആയിരിക്കില്ലേ? ഓ ഇതിനകത്തെല്ലാം ഇളക്കിയിട്ടൊക്കെ വേണോ? ഇതിനകത്ത് AC കയറ്റിട്ട് വന്ന വണ്ടിയാണ്. എടാ AC ചേട്ടൊക്കെ AC ആണോ നോക്കിയടാ? ജിങ്ക് AC ആണോ നോക്കി മേലെ ഇരിക്കുന്നത്? ആണോ? അതെ ജിങ്ക് AC തന്നെ വണ്ടിക്ക് ഇരിക്കുന്നത്. അത് BK ആണോ? വേറെന്താ കമ്പനിയാന്ന് തോന്നുന്നില്ല AC. ഇതേട്ടോ നമ്മുടെ വണ്ടിയുടെ ലിപ്പ്, പുതിയ ലിപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മാറ്റിയിട്ട് സെൻറ്ററിലോടാക്കി അതിനെ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നേരെ വണ്ടി കയറ്റും. ഇത് കണ്ടോ? നമ്മുടെ ഇവിടുത്തെ ആമ്പിനെല്ലാവരും ഒരു പ്രൊട്ടക്ഷൻ കവർ വെച്ചേക്കുന്നുണ്ടോ? കണ്ടോ? അകത്തുമുണ്ട്. കാര്യം വയറൊക്കെ കയറുമ്പോൾ ചവിട്ടാതിരിക്കാനായിട്ടാണ്. അത് ഇവിടുത്തെ ആമ്പിന് ഇവിടെ എന്തോ ചവിട്ടി ഇടിച്ച് മണ്ണിരിപ്പുണ്ട്. ഈ ആമ്പിനോടൊരു കവർ വെപ്പിക്കണം. കാര്യം സേഫായിരിക്കും. ഫാനുണ്ടോ? ഇതിനൊക്കെ കാറ്റ് കയറേണ്ടതാണ്. എന്നാലും ഇതിലെ കൂടെ കയറുമായിരിക്കും. കാര്യം എന്താ അറിയാം? സ്പേസ് ഇല്ലാത്തതുകൊണ്ടേ ചിലപ്പോൾ കാലും കൊണ്ട് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പണി മേടിക്കും. അതേപോലെ സ്റ്റിയറിംഗ് കവറൊക്കെ ഉണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു ചെറിയ പണിയുണ്ട്. ഇതൊന്ന് കറക്റ്റ് ചെയ്യണം, സെറ്റാക്കാനുണ്ട് ഇത്. അതുപോലെ തന്നെ ഫുഡ് ചെയ്യണം. സീറ്റ് കവറുണ്ടോ? മലക്ക് കവറെല്ലാം ഇട്ടു. നീ പണിയാണ്. TV ഒക്കെ ഓണാക്കി ഇവരെല്ലാം കാണിച്ചു തരും. നമ്മളെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പോകും വണ്ടിയായിട്ട്. പടപ്പ് ലുക്കാട്ടോ. ഇപ്പോൾ കണ്ണോക്കാട്ടോ. ഏകദേശം അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ആയി. വണ്ടി എടുക്കാൻ വേണ്ടി പോകേണ്ടത് ഇതാ കിടക്കുന്നത് നമ്മുടെ വണ്ടി. ഇപ്പം നമ്മളിനകത്ത് ഇവിടെ പൂ വെച്ച് അതുപോലെ തന്നെ ഫുൾ ഫൈനൽ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വണ്ടിക്കകത്ത് ഒന്ന് കയറുവാണോ അങ്ങോട്ട്? അതേപോലെ തന്നെ വണ്ടിക്കകത്ത് TVയുടെ പരിപാടി സെറ്റ് ചെയ്തേ ഉണ്ടോ? TV എല്ലാം ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിപാടി നമ്മുടെ യൂട്യൂബ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ യൂട്യൂബ് ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യം. അതുപോലെ തന്നെ അകത്ത് ഒന്നും ഓണാക്കിയിട്ടില്ല. ഇപ്പം ഉടനെ നമ്മളിനിപ്പോൾ നാരങ്ങയൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് എടുക്കും. കസവ് കെട്ടുണ്ട്. കസവ് കെട്ടെ 2 കേബിൾ ടേക്ക് മേടിച്ചേ. ഒട്ടി നോക്കിയാ കറക്റ്റായിട്ട് കെട്ടാൻ പോവാം. ഫ്രണ്ടൊക്കെ ഒട്ടി നോക്കിയാണല്ലോ അല്ലേ? കാറ്റടിച്ച് പറന്നുമില്ല. അതുകൊണ്ടാണ്. ഉറപ്പാണോ? അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടിക്ക് സൈഡിൽ കസവ് കെട്ടുന്ന ഇതിലാണ്. ജോസി ബ്രോ തന്നെയാണ് കെട്ടുന്നത്. ചുടി മുറുകി കെട്ടിക്കോ. രണ്ടിടത്തും കെട്ടുന്നുണ്ട് നമ്മൾ. ഇപ്പുറത്തും ജോസി ബ്രോ തന്നെയാണ് കെട്ടുന്നത്. ബാക്കിലേരും ഉണ്ട്. ഇവിടെ വല്യപ്പോടെ നിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്. അയ്യപ്പൻ, ജോഷിയേക്കും ലിവിയൊക്കെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ കസവ് കെട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അതുപോലെ ഇവിടെയും കൂടി നമ്മൾ കസവ് കെട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പം 2 കേബിൾ ടൈ ഒപ്പിക്കാൻ വേണ്ടി പോയേക്കുകയാണ്. കേബിൾ ടൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെട്ടാം. കേബിൾ ടൈ കിട്ടി നമ്മൾ ഇവിടെ വളക്കി അവിടെ നമ്മൾ വെച്ചു. ഇനിയിപ്പം കേബിൾ ടൈ കെട്ടേണ്ട ഒരു താമസം വളച്ച് സെറ്റാക്കേണ്ട താമസം. നമ്മുടെ മുതലാളി നമ്മൾ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടുന്നത് ഇച്ചിരി ടാസ്ക് ആണല്ലോ ജോസി ബ്രോ കയറ്റിയിരിക്കുന്നത്.
അങ്ങനെ കസവിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ 2 മിററിലും കെട്ടി താഴെയും കെട്ടിയിരിക്കുന്നു കസവ്. വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ഇപ്പം ഇനി 2 കസവുണ്ട്. അതെവിടെ കെട്ടാനാ? എടാ ഈ ഗ്രില്ലേ കെട്ടാനോ? അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. മഴയാണോ പെയ്ത് കഴിഞ്ഞാൽ അടിക്കും കിടന്ന്. ആ കെട്ടണ്ട, അതവിടെ കിടക്കട്ടെ. ഇത് മതിടാ, ഓവറാവണടാ. 2 എണ്ണം അല്ലേ, സീനില്ല. അതെ വല്യപ്പ പറയുന്നു. മതി മതി, ലൈറ്റ് പോന്നു എടാ. അതെ വല്യപ്പയ്ക്കും മമ്മിക്കൂടെ കൊടുക്ക്. 49 സീറ്റ് ഇറങ്ങുമ്പോൾ 49 കെട്ടാൻ വേണ്ടി ഇപ്പോൾ ഇത് മറക്കല്ല കേട്ടോ. ഇത് തന്നെ കേട്ടോ 49 ഇറങ്ങുമ്പോൾ ഇത് കളയരുത്. ആൻറ്റി വെച്ചേക്കണം കേട്ടോ. ഇത് 49 വേണ്ടിയുള്ള. അങ്ങനെ ഫ്രണ്ടിൽ എൻ്റെ അടുത്ത് നമ്മുടെ ഇത് ചെയ്ത് 2 പേരാട്ടോ ഇലക്ട്രീഷ്യന്മാർ ഇരിക്കുന്നവർ. അതുപോലെ ടി വി ലോക്ക് ആക്കിയോടാ, TV ഓക്കെ ആക്കിയോടാ. ഇതെന്തൊരു വീണ്ടും കയ്യവരുന്നടാ, എന്ത് വീണ്ടും ഇങ്ങനെ കാണിക്കുന്നേ? ഇല്ല, ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കുക. നീ ഇപ്പം എന്ത് കൊടുക്കണം? നമ്മുടെ വണ്ടി എടുത്ത് നടുക്കൊണ്ടിടാൻ വേണ്ടി പോട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി പോയിട്ടില്ല അറിയത്. അപ്പം അതിനായിട്ട് വണ്ടിയെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മളെ മുമ്പോട്ടിട്ടെ, അതായത് ആ 2 വണ്ടീൻ്റെ ഇടയ്ക്കിട്ടാം. എന്നിട്ട് ഇപ്പോൾ എടുക്കും. അതൊരു 3ൻ്റെ ഇടയ്ക്കിട്ട് ഇപ്പോൾ 2 കൊരാപ്പം കത്തിച്ച് നമ്മൾ ഇറക്കുകയാണ്. നല്ല TVയുടെ പണി ജസ്റ്റ് ഒന്ന് തീർക്കണ്ട. അതുകൊണ്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ അല്ലടാ. ഓൾമോസ്റ്റ് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. TVയുടെ കുറച്ച് പണി ജോസി പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ ആ TVയുടെ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഇവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. പിന്നെ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ നാരങ്ങ വെക്കാനുള്ളതാണ്. ജോസിപ്പറാണ് നാരങ്ങ വെക്കുന്നത്. ഇത് വലിയ പോന്നു. അപ്പുറത്ത് ആൻറ്റിട്ടേക്ക് കുറവാ. ഈ വണ്ടി വിളിച്ച് മുന്നോട്ട് നീക്കി നമ്മൾ ഫ്രണ്ടിൽ 2 അടുത്ത് നാരങ്ങ വെച്ചു. കാണാൻ പറ്റൂല, ചെറുനാരങ്ങ. അപ്പോൾ അപ്പുറത്ത് വേറെ വണ്ടി ഉണ്ടെന്ന് ഡെലിവറി, അത് കാണിക്കുന്നില്ല. നമുക്ക് മൊത്തം 3 വണ്ടിയുണ്ട് ഇന്ന് ഡെലിവറിക്ക്. ഒന്ന് നമ്മുടെ വണ്ടി, അത് കൂടാതെ വേറെ 2 വണ്ടിയാണ് നമുക്കുള്ളത്. അത് ഇതാണെന്ന് പറയുന്നില്ല, സർപ്രൈസാണ്. ജോലിന് നാരങ്ങ വെക്കണമെങ്കിൽ വെച്ചിട്ടോ, മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ വെക്കണ്ടേ. അവിടെ താക്കോൽ കൈമാറുകയാണ് നമ്മൾ. ജോസി ബ്രോ ഉണ്ട്, നമ്മുടെ ഫാമിലി ഫുള്ളുണ്ട്. പൊട്ടിച്ചോ ഗൈസ്, ഒന്ന് പൊട്ടി. ഇല്ല വീഡിയോ ഫോട്ടോ എടുത്തില്ല ഗൈസ്. കുലുക്കി അടുത്ത് നിറച്ച്. ഇത് നമ്മുടെ താക്കോൽ അങ്ങനെ നമ്മൾ കൈമാറി. അങ്ങനെ നമുക്ക് സ്വീറ്റ്സും കിട്ടി, താക്കോലും നമ്മൾ കൈമാറിയിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ ഫൈനലി വണ്ടിയെല്ലാം ഇറക്കി. മറ്റേ നാരങ്ങ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്ക് ഫോൺ ഇതായി പോയി ഗൈസ്. ഷോർട്സിനകത്ത് ആടിയാൻ പറ്റത്തില്ലോ, ഇടയ്ക്ക് വെച്ച് ഫുൾ സ്റ്റാൻഡൊക്കെ ആക്കുന്നത് ഗൈസ്. നോക്കണം പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളിന്ന് വണ്ടിയുടെ ഇറങ്ങും കേട്ടോ. നിങ്ങളെല്ലാം കാണിച്ചില്ല, വണ്ടിക്കകത്ത വർക്കൊക്കെ കണ്ടതേ. ആൻറ്റിയും വലിയപ്പൊക്കെ വണ്ടി ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ നേരെ ഇറങ്ങാൻ പോകണം കേട്ടോ. അപ്പം വീഡിയോ ചെന്നൊരു ബാക്കി വീഡിയോ കാണാം ഗൈസ്.